നമസ്കാരം, ഏവർക്കും പുതിയൊരു ശിവ സന്ദേശത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ, ചില ആകുലതകൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ചിന്തകൾ അത്രമേൽ അതിരുവിട്ട ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലാകാം നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുക. അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഭഗവാൻ നിങ്ങളെ അത്രമേൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ഏതൊരു കാര്യവും ഭഗവാൻ കൃത്യതയോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഈ സന്ദേശത്തിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ഈ സമയം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഭഗവാന്റെ ഈ സന്ദേശം തീർച്ചയായും നിങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ് എന്ന് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ആത്മാവിനെ ഈ സമയം നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായും ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്ന് പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പലതും മൗനമായ പ്രാർത്ഥനകളാണ്. പലരും ആ പ്രാർത്ഥനകൾ അറിഞ്ഞിരുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങൾ അടക്കി പിടിച്ചിരിക്കുന്നതായ ഓരോ തേങ്ങലുകളും അത് ഭഗവാൻ കൃത്യതയോടെ മനസ്സിലാക്കിയതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ ശക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ വിശ്വാസം, അതിൻ്റെ ആഴം കൃത്യതയോടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളിലും ഒരു മറുപടി ലഭിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പിനുള്ള ഒരു മറുപടി ഇവിടെ ലഭിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ യാത്രയിലെ നിമിഷങ്ങൾ അത് നിങ്ങൾക്ക് തീർച്ചയായും ഈ സമയം ഗുണകരമായി തീരും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിൽ ഉണ്ടായിരുന്ന പുഞ്ചിരി അത് തീർച്ചയായും നിങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു വേദനയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒളിപ്പിച്ചു വച്ചിരുന്ന വേദന തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ എൻ്റെ ദൃഷ്ടിയിൽ, അഥവാ ഭഗവാൻ തന്നെ പരാമർശിക്കുന്നു, ഭഗവാന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്ന ഒരുപാട് രാത്രികൾ, അല്ലെങ്കിൽ അത്രമേൽ വിഷമതകളാൽ കണ്ണുകൾ പോലും അടയ്ക്കുവാൻ സാധിക്കാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതായ പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആരും കേൾക്കാതെ നിങ്ങൾ കരഞ്ഞതായ സാഹചര്യമുണ്ട്. അത്രമേൽ വേദനകൾ നിങ്ങൾ അനുഭവിച്ച് പോന്നിരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ അനുഭവിച്ച് പോന്നിരുന്നതായ ആ വിഷമതകൾ അത് തീർച്ചയായും ഭഗവാൻ കണ്ടിരുന്നു എന്നുള്ളതാണ്.
നിങ്ങളുടെ ചുറ്റുപാടും ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നിട്ടും പലരും നിങ്ങളുടെ വേദനകൾ അവഗണിച്ചതായ സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പലരും അത് മനസ്സിലാക്കിയിരുന്നില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ ഭയപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നുമുണ്ട്. പലപ്പോഴും ഇരുട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോയ, അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോയ സാഹചര്യം പോലും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സമയം അഭയമായി നിങ്ങൾക്ക് അഭയമായി സാക്ഷാൽ ഭഗവാൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളും ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും നിങ്ങളുടെ വിശ്വാസം പോലും തകർന്നു പോയതായ സാഹചര്യമുണ്ട് എന്നും കാണുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ തളർന്ന് വീണു പോകുമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അവിടെ പോലും ഭഗവാൻ നിങ്ങളെ താങ്ങി നിർത്തിയതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പങ്കുവയ്ക്കുവാൻ, അതായത് പലരോടും പങ്കുവയ്ക്കുവാൻ സാധിക്കാത്തതായ വിഷമതകൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അത് ഭാരം പോലുമാകാം. അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. മറ്റുള്ളവർ സന്തോഷിക്കുവാനായി നിങ്ങൾ നിങ്ങളുടെ വേദനകൾ പോലും മറച്ചു വച്ചിരുന്ന വ്യക്തികളായും നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതാരും കണ്ടിരുന്നില്ല എന്നത് വാസ്തവമാണ്. നിങ്ങൾ ഭാരം ചുമന്നിരുന്നു എന്ന് മറ്റുള്ളവർ പോലും മനസ്സിലാക്കിയില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം ഭഗവാൻ അത് വ്യക്തമായി മനസ്സിലാക്കി എന്നത് വാസ്തവമാണ്. ഭഗവാൻ മാത്രമായിരുന്നു അതിൻ്റെ സാക്ഷി എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ, ചിന്തകൾ, ഇതെല്ലാം നിങ്ങളുടെ തകർച്ചയ്ക്ക് പലപ്പോഴും ആക്കം കൂട്ടിയതായ കാര്യങ്ങൾ തന്നെയാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതെല്ലാം ഒരു പരീക്ഷണ ഘട്ടമായി മാത്രമേ നിങ്ങൾ കരുതുവാൻ പാടൂ എന്നാണ് ഭഗവാൻ നിങ്ങളോട് പരാമർശിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ പരീക്ഷണങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച, നിങ്ങൾ നേരിട്ട ആ പരീക്ഷണങ്ങൾ, അതെല്ലാം തീർച്ചയായും അത് നിങ്ങളെ ശക്തരാക്കി തീർത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ കൂടുതൽ ശക്തരാവുകയും ഭഗവാനിലേക്ക് നിങ്ങൾ കൂടുതൽ അടുത്തിരിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഭഗവാൻ നിങ്ങളെ കൂടുതൽ, നിങ്ങൾക്ക് ഭഗവാന്റെ അടുപ്പം, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളോട് പുലർത്തുന്നതായ ആ സ്നേഹം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. കാരണം ഭഗവാൻ തന്നെയാണ് നിങ്ങളെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് എന്നതാണ് വാസ്തവം. പല അഗ്നി പരീക്ഷകളും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നു. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം നിങ്ങളെ താങ്ങി നിർത്തിയത് ഭഗവാൻ തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായ കാര്യം, സഹനത്തിന്റെ ആ കാലം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സഹനത്തിന്റെ ആ സമയം അവസാനിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ നീറ്റൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതായ സാഹചര്യം, നിങ്ങളുടെ കണ്ണീർ, ഇതെല്ലാം ഭഗവാൻ എണ്ണിയിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായി തിരികെ വരുന്നതായ സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. പുതിയൊരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ ഭഗവാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഭഗവാൻ നേരിട്ട് ഇടപഴകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം.
നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങളിലും അനുകൂലമായി ചലിക്കുവാൻ ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്ന ബന്ധിച്ചിരുന്നതായ ആ ചങ്ങലുകൾ അതെല്ലാം തീർച്ചയായും തകർത്ത് എറിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ അർത്ഥമാക്കുന്നത്. നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ആ വ്യക്തികൾ അവർ ഇപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീഴ്ച കാണുവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ പോലും അവരുടെ ജീവിതത്തിൽ ആ വഴികൾ അടഞ്ഞിരിക്കുന്ന നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനോ വിജയങ്ങൾ നേടുവാനോ അവർ ശ്രമിച്ചിരുന്ന ആ വഴികൾ അടഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്കെതിരായ ഗൂഢാലോചനകൾ തകർക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വ്യക്തിയും നിങ്ങളെ തൊടാൻ ഭഗവാൻ അനുവദിക്കില്ല എന്നതാണ് വാസ്തവം. കാരണം ഭഗവാന്റെ സംരക്ഷണ കവചം തന്നെയാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ തടസ്സം, എന്താണോ പ്രയാസം, അത് ഭഗവാൻ തന്നെ മാറ്റുന്നതായ സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ആ പാത അത് കൃത്യമായി കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും എതിർത്തിരുന്നതായ ആ ശബ്ദം നേർത്തു പോകുന്ന ആ സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ഭാവി കൃത്യമായി കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഭയമില്ലാതെ, സംശയമില്ലാതെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും നിങ്ങൾ പല കാര്യങ്ങളും ഓർത്ത് വയ്ക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല വ്യക്തികളും നിങ്ങളെ പരിഹസിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരം വ്യക്തികൾ പോലും ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുന്നതായ വിജയങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ അത് കണ്ട് സ്തബ്ധരാകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അവർ പോലും നിങ്ങളുടെ ഉയർച്ചയ്ക്കോ നിങ്ങളുടെ അനുകൂലമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉടലെടുക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങൾക്കും സാക്ഷിയാകുന്ന സാഹചര്യമുണ്ട്. പുച്ഛിച്ചിരുന്ന വ്യക്തികൾ പോലും നിങ്ങളെ അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന ആ വിഷമതകൾക്ക്, ഒരു പ്രയാസങ്ങൾക്ക് തീർച്ചയായും ഒരു മറുപടി ലഭിക്കുന്നതായ സാഹചര്യങ്ങളോ ഉണ്ടാകാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വിജയങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു മാറ്റത്തിന്റെ സമയം വന്നു ചേരുകയാണ്. നിങ്ങളെ തട്ടി ഉണർത്തുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സഹായകരമാകുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ തീർച്ചയായും ആത്മാവ്, ദൈവാംശമായ ആത്മാവിൽ കുടികൊള്ളുന്ന ആ അഗ്നി, ആ പ്രകാശം, അത് നിങ്ങളുടെ ജീവിതത്തിലെ പല അജ്ഞതകളെയും തരണം ചെയ്ത് വിജയങ്ങൾ നൽകുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും എന്നതാണ് വാസ്തവം. ഈ സമയം ദൈവികമായ ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന പല വിഷമതകൾക്കും നിങ്ങൾക്കൊരു സംരക്ഷണം നൽകിയത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുവാനും, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ശക്തിയെ ആളിക്കത്തിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഉള്ളത്. ഉറച്ച ധൈര്യം നിങ്ങൾക്കുണ്ട്. ഈ സമയം നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമായി തീരുന്ന സാഹചര്യമുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് ഇനി കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ആ സാഹചര്യം ഉടലെടുക്കും എന്നുള്ളതാണ്.
ഈ സമയം പ്രതിസന്ധികളിൽ പോലും പതറാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും രൂപപ്പെടുക എന്നുകൂടി മനസ്സിലാക്കണം. ഈ സമയം നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. നിങ്ങളുടെ ബോധമണ്ഡലം പോലും ഭഗവാൻ കൂടുതൽ വികസിപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ദൈവാംശമായ ആ ആത്മാവ് ഉണർന്നിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം ദൈവികമായ പ്രചോദനത്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങളും കേൾക്കുവാനും സാധിക്കും. ക്ഷമ, വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായും കടന്നു വരും. സമൃദ്ധമായ പല കാര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭയവും തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറുന്നതായ സാഹചര്യങ്ങളുണ്ട്. ഈ സമയം ധൈര്യവും അവസരങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം ചെറിയ മാറ്റമല്ല, പരിവർത്തനം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന് നിങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സഹായകരമായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് കൂടുതൽ ഗുണകരമായി തീരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളിലേക്ക് ചില അനുകൂല കാര്യങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നത് പുതിയ അവസരങ്ങൾ തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ട് തേടിപ്പോയതായ സാഹചര്യമുണ്ട്. ഇനി ചില കാര്യങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് തേടിയെത്തുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നതാണ് വാസ്തവം. പലപ്പോഴും പല സ്വപ്നങ്ങൾ കാണുന്നവരാണ് എങ്കിലും ചില സ്വപ്നങ്ങൾ നടക്കില്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ ഒരു മാറ്റം സംഭവിക്കുന്ന സാഹചര്യം രൂപപ്പെടും എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ഭഗവാൻ കരുതി വച്ചിരിക്കുന്നത് അതിൽ പലതും യാഥാർത്ഥ്യമാകാൻ പോകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വേരുറപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുക്കാം. നിശബ്ദതയിൽ നിങ്ങൾ ഉറങ്ങുന്നതായ സാഹചര്യത്തിൽ തീർച്ചയായും സ്വപ്നമായി ചില കാര്യങ്ങൾ നിങ്ങളെ സ്പർശിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടത് അതിലേക്ക് നയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരിക്കലും സംശയം കലർത്താൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. എന്താണോ ഭഗവാന്റെ വാക്കുകൾ അത് പൂർണ്ണമായും നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നതായ ആ വാക്കുകൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ മഹത്തായ ചില കാര്യങ്ങൾ അത് ആരംഭിക്കാൻ പോകുന്നുള്ളൂ എന്ന കാര്യം ഓർക്കുക. സഹനങ്ങൾ നേരിട്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഈ സമയം പിന്തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും സംശയങ്ങൾ അത് നിങ്ങൾക്ക് ദോഷകരമായി തീരാം. ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം പുതിയ ചുവടുവയ്പ്പുകൾ നിങ്ങൾക്ക് ഗുണകരമായി തീരും എന്നുള്ളതാണ്. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ കൃത്യമായി മാറുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ വിശ്വാസം അത് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകണം, ഉറച്ചതായി തീരണം എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നൊരിക്കലും ചിന്തിക്കാൻ പാടുള്ളതല്ല. ഈ സമയം നിഴലായി ഭഗവാൻ ഒപ്പമുണ്ട് എന്ന കാര്യം ഓർക്കുക. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ഈ സമയം വിശ്വസിക്കുകയും അതായത് മനസ്സിലെ ആ വേദനകൾ അത് ഒഴിവാക്കി വിശ്വാസ്യതയോടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അനന്തമായ സാധ്യതകൾ നിങ്ങൾക്ക് മുൻപിലുണ്ട് എന്ന കാര്യം പ്രത്യേകം ഈ സമയം ഓർക്കുക. ഈ സമയം നിങ്ങൾ കാത്തു നിൽക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട്. അത് നിങ്ങൾ സ്വീകരിച്ച് ആ ദൈവികമായ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോകണം. ഈ സമയം നിങ്ങൾക്ക് ചില പ്രവൃത്തികൾ ചെയ്യുവാൻ
തയ്യാറാകുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ.